അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതാ കുഞ്ഞുവിൻ്റെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവളെ കിടത്തി ഉറക്കി കുറച്ച് നേരം അവളെ എടുത്ത് ഒക്കെ ഇരുന്നേരെയാണ് കേട്ടോ ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഡ്രസ്സുകളൊക്കെ വിരിച്ചിടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെയിലിൻ്റെ അവസ്ഥ ദാ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ. അതുകൊണ്ട് മുറ്റത്തിടാനും ഒഴിവില്ല കേട്ടോ. ഞാൻ എന്താ ഷീറ്റിൻ്റെ ചോട്ടിലാണ് ഇട്ടത്. അങ്ങനെ ദാ ആ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏട്ടനെ വിളിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാനിപ്പം ചോറിനാൻ വരുന്നില്ല, ചെറിയ ലച്ചുവിനെ കൂട്ടിയിട്ട് അങ്ങനെ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ചോറെടുത്തു. പിന്നെ ഇതാ ശേഷം ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ, ചക്കേൻ്റെ ഉപ്പേരി. ഇത് അമ്മ കൊടുത്ത് വിട്ടതാണ്, തറവാട്ടിൽ നിന്ന് അമ്മ കൊടുത്ത് വിട്ടാണ്. അങ്ങനെ അതും കൂട്ടി. അതേപോലെ ഇതാ രസം ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ രസം. നല്ല ചൂടുള്ള രസമാണ്. അപ്പം അതും ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ ചിക്കൻ കറി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ചക്കേൻ്റെ മുകളിലേക്ക്. അങ്ങനെ അത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു പൊരിച്ച ചിക്കൻ്റെ പീസും വെച്ചിട്ടുണ്ട്, അതേപോലെ ഒരു പപ്പടവും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രസവും കൂട്ടി ഞാനിങ്ങനെ ഭക്ഷണം കഴിച്ച് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എനിക്കും ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രസം. ഏട്ടന് രസം മാത്രം കിട്ടിയാൽ മതി കേട്ടോ ചോറ് കഴിക്കാൻ. എനിക്കും കുഴപ്പമൊന്നുമില്ല, ഞാനും അങ്ങനെ തന്നെ കഴിക്കും കേട്ടോ. മക്കളാണ് പിന്നെയും കഴിക്കാത്തത്. ലച്ചു വന്നു കേട്ടോ. അങ്ങനെ ലച്ചു കുഞ്ഞുവിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാണ്. രാവിലെ പോകുന്ന അവസ്ഥയല്ല കേട്ടോ, വൈകുന്നേരം. അപ്പോൾ കുഞ്ഞുവിനെ ഞാൻ പിന്നെ പെട്ടെന്ന് വേഗം റെഡിയാക്കി ഞങ്ങളിതാ ക്ലിനിക്കിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഏട്ടനാണ് കേട്ടോ ഞങ്ങളെ കൊണ്ടുവിടുന്നത്. ഏട്ടൻ ഞങ്ങളവിടെ വിട്ടിട്ട് പിന്നെ പണിസ്ഥലത്തേക്ക് പോവാനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ക്ലിനിക്കിലേക്ക് പോകാൻ ഏകദേശം ഒരു 10 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്ലിനിക്കിലെത്തി. അവിടെ നിന്ന് ഡോക്ടറെ പെട്ടെന്ന് കാണിക്കാൻ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ രണ്ടാമത്തെ ടോക്കണായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് അതും കാണിച്ച് ശേഷം ഇത് ഗുളികയല്ല കേട്ടോ, ഇത് അവർ കൊടുത്തൊരു മിഠായിയാണ് കേട്ടോ. അങ്ങനെ അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെഡിസിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മെഡിസിനും വാങ്ങി ഞങ്ങൾ തിരിച്ച് പോരാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് മരുന്നുകളൊന്നും ഇവർ കഴിക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഈ ഹോമിയോയിലേക്ക് ഞങ്ങൾ ഓടുന്നത്. എന്ത് വയ്യായ വന്നാലും അത് അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അവർ ഡോക്ടർ വരണ്ടേ, 4 മണിയാവും കേട്ടോ ഡോക്ടർ വരണമെങ്കിൽ. അത്ര നേരം വരെ പിടിച്ചു നിന്നോളും, ഇംഗ്ലീഷ് മരുന്ന് കുടിക്കുകയേ ഇല്ല കേട്ടോ. അപ്പോൾ ഏകദേശം വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയം